ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ എന്ന് തന്നെ പറയാം. എനിക്കിത് ഈ ഫുൾ വീഡിയോ പിടിക്കുമ്പോൾ വളരെ സങ്കടം തോന്നി. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും തോന്നിപ്പോയ ഒരു നിമിഷമാണോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെല്ലാം വൈഫ് ആങ്കിൽ വിട്ടിരുന്നു. ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നവരാണ്. അപ്പോൾ പുതിയൊരു വീട് ഞങ്ങൾക്ക് റെൻറ്റിന് കിട്ടി. അല്പം ഇപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനേക്കാളും അല്പം കൂടെ വാടക കുറച്ചൊരു നല്ലൊരു വീട് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളപ്പോൾ എല്ലാം കൊണ്ടും വണ്ടി കയറ്റി മുറ്റത്തിടാം, എല്ലാ സാഹചര്യവും ഒത്തു കിട്ടിയപ്പോൾ ഞങ്ങളൊരു വീട് കിട്ടി. ആ വീട്ടിലേക്ക് ഞങ്ങളൊരു 3 ദിവസം 4 ദിവസം അവിടെ ഞങ്ങൾ പോയി ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് ശേഷമാണ് ഞങ്ങൾ ഈ വീട് ഞങ്ങളെടുത്തത്. എന്തായാലും ഒടുവിൽ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പരിസരമെല്ലാം കാട് പിടിച്ച്, അവിടെ വേറൊരു വാടകക്കാർ താമസിച്ചുണ്ടോ. അപ്പോൾ കാട് പിടിച്ച് കിടക്കുക, കാട് പിടിക്കുകയും അതുപോലെ വേസ്റ്റുകൾ കൊണ്ട് തള്ളിയിരിക്കുന്ന ഒരവസ്ഥ. ഞാനും വൈഫും മാക്സിമം ഒരു 3 ദിവസം ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ശരീരം നല്ലപോലെ വേർക്കുന്ന രീതി ഞങ്ങളവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ഉള്ളിൽ ഞങ്ങൾ മടുത്തു പോയതുകൊണ്ട് ഞങ്ങൾ അടുത്ത് നിന്ന് ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പണിക്കാരനെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭായിമാരെ കൊണ്ട് അവിടുന്ന് ബംഗാളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ആവശ്യക്കാർക്ക് ഭായിമാരെ പണിക്ക് വേണ്ടി ഇവിടുന്ന ഒരു പരിപാടിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട അദ്ദേഹം പറഞ്ഞു ഒരു ഭായിനെ തരാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഭായിനെയും വിളിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയായപ്പോൾ ഒരു ഭായിനെ കിട്ടി. ഭായിയോ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഈ ടാങ്കിൻ്റെ മണ്ടയിൽ കയറാൻ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, അതുപോലെ ഈ പരിസരം ഒന്ന് ക്ലീൻ ചെയ്തിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടി, ഞങ്ങൾ ടാങ്കിൻ്റെ മണ്ടയിൽ കയറാൻ കൂടിയല്ലോ, ബാക്കി ചെത്തി തെളിക്കാനൊക്കെ ഞാനും കൂടെ കൂടി. ഒടുവിൽ ഞങ്ങൾ ചെത്തി തെളിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 10-100 കുപ്പി, അതായത് മദ്യക്കുപ്പികൾ ഇങ്ങനെ അടുക്കി വിട്ടേക്കുക. അതുപോലെ ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷുകൾ, അതുപോലെ പഴയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ, അങ്ങനെ വളരെ അറപ്പ് തോന്നുന്ന രീതിയിൽ മുൻപ് ഇവിടെ താമസിച്ച് ആ പരിസരം കാട്ടി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ തോന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ക്ലീൻ ചെയ്യാൻ താമസിക്കാൻ പറ്റിയല്ല. അപ്പം ഞങ്ങൾ വൈഫ് ആങ്കിൽ വെച്ച് ക്ലീൻ ചെയ്ത് എവിടെയൊക്കെ ക്ലിയർ ആയില്ലെങ്കിൽ വൈഫിനും അതൊരു അസ്വസ്ഥതയാണല്ലോ എന്ന് പറഞ്ഞ് ഞാനും അവനോടൊപ്പം കൂടി ആ വേസ്റ്റുകളും കുപ്പികളെല്ലാം ചാക്കിനകത്താക്കി കുറച്ച് വെട്ടി മൂടാൻ ശ്രമിച്ചു. ഒടുവിൽ വന്നപ്പോൾ ലാസ്റ്റ് അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൻ എന്നോട് പറഞ്ഞ്, ചേട്ടൻ മറിക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. അപ്പോൾ എനിക്ക് ഈ വീഡിയോ പിടിക്കാൻ തോന്നി. അവൻ്റെ മുഖം ഞാൻ നല്ലപോലെ കാണിക്കുന്നില്ല, ഭായിയുടെ മുഖം ഞാൻ നല്ലപോലെ കാണിക്കാൻ ആഗ്രഹപ്പെടുന്നില്ല. നമ്മൾ ഒത്തിരി ആളുകളെ ഭായിമാർ, അതായത് അതിഥി തൊഴിലാളികളെ നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ പറയാറുണ്ട്. അവർ ഇവിടെ വന്ന് കാണിച്ച് കൂട്ടുന്ന തെമ്മാടിത്തരമാണ്, അതുപോലെ അവന്മാർ കൊള്ളത്തില്ലാത്തവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ വാർത്തകളൊക്കെ പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഭായിമാർ വരുന്ന മുമ്പ് തമിഴ്നാട്ടുകാരായിരുന്നു. അവർ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുമായിരുന്നു, പറമ്പിപ്പണിയും അതുപോലെ വേസ്റ്റ് കുഴി കുത്തും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അവർ ഈ ഭായിമാർ വന്നതോടുകൂടി, അതുപോലെ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ആളുകൾ വന്നതോടുകൂടി അവരുടെ ജോലി പോയി. അപ്പോൾ അവരെക്കാളും ശമ്പളം കുറവാണ് ഈ ഭായിമാർക്ക്. അതുപോലെ അമ്മമാർ പണിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഒരു വീഡിയോ ഇടാം. ബംഗാളികളെല്ലാം കൂടെ കട്ടപ്പന ടൗണിൽ വന്ന് തിങ്ങി അടങ്ങി നിൽക്കുന്ന ഒരു രസകരമാകുന്ന വീഡിയോ ഇടാം കേട്ടോ. അന്നത്തെ ദിവസം അവരുടെ സ്വർഗ്ഗം. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റിയുണ്ടോ. എന്നിരുന്നാലും ഇവരെ പണിക്ക് പിടിച്ച് ഇവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അവർ കാണിക്കുന്ന പരിപാടികളുണ്ട്. ആ വേസ്റ്റുകളുണ്ട്, വർഷങ്ങളായി വെട്ടിക്കൂട്ടിയ വേസ്റ്റുകൾ. ഞാൻ തൂമ്പായ്ക്ക് മാറ്റാൻ പറഞ്ഞു, തൂമ്പായ്ക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അവൻ 2 കൈയും വെച്ച് ആ വേസ്റ്റുകളെല്ലാം കോരി ഒരു കുഴി കുത്തി അതിനകത്ത് മൂടുന്നൊരു ഭാഗമാട്ടോ. അവനൊക്കെ എത്ര രൂപ കൊടുത്താലും ഇപ്പോൾ ഇന്നത്തെ കാലം നമ്മുടെ മലയാളികളോടാണ് പറയുന്നത്, ഒരു 1500 രൂപ ശമ്പളം കൊടുക്കണം. ഇതത്ര ഇല്ല, അതിൻ്റെ 1/3 ഭാഗമുള്ളൂ ഇവർക്ക് ശമ്പളം എന്ന് പറഞ്ഞു. അത് നാട്ടുനടപ്പാക്കി മാറ്റിയിരിക്കുക. എനിക്ക് കൂടുതൽ കൊടുക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒരു 100 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നുണ്ടോ, അത് വിഷയമാകും. അങ്ങനെ ഞാൻ കൂടുതൽ കാശ് കൊടുത്ത് ആൾക്കാരെ വിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പരാതി വരും. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഇച്ചിരി വിറക് കയറാൻ വേണ്ടിയിട്ട് വായി വന്നപ്പം അവന് ഞാനൊരു 100 രൂപ കൂടുതൽ കൊടുത്തു. അതിന് വലിയ വിഷയമായി. അതെന്നോട് പറഞ്ഞാൽ നീ അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് എല്ലാമാരും അത് പ്രതീക്ഷിച്ചോ, പിന്നെ നാളെ ഒരു ആൾ ജോലിക്ക് വിളിക്കുമ്പോൾ പോകുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഈ പറഞ്ഞു വിട്ട ആൾ തന്നെ എന്നോട് പറഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അവൻ്റെ കഷ്ടപ്പാട് കണ്ടില്ല. ആ വേസ്റ്റിൻ്റെ അകത്ത് കൈയിട്ട് വാരി, 2 കൈ വിട്ട് വാരി, പഴയ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷുകൾ വരെ വലത്ത് കൈക്കും
ഇടത്തേക്കും വാരിക്കൊണ്ട് മൂടുന്നൊരു ഭാഗം എനിക്ക് ഈ വീഡിയോ പിടിച്ച് അറിയിക്കാൻ തോന്നുന്നു. ഇതുപോലുള്ള അതിഥി തൊഴിലാളികളെ നമ്മൾ ഒത്തിരി അവഗണിക്കുമ്പോഴും അവർ നമുക്ക് വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. എന്തായാലും അവനൊരു 3 മണിക്കൂർ കൊണ്ട് എൻ്റെ പരിസരമെല്ലാം നല്ല രീതിയിൽ അവൻ ക്ലീൻ ചെയ്തു തന്നിട്ടോ. കാടും വേസ്റ്റുമായിട്ട് കിടന്ന സ്ഥലമെല്ലാം നമ്മുടെ വേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ. എങ്കിൽ പോലും ഞങ്ങൾക്ക് അറപ്പ് തോന്നിയ സ്ഥലത്ത് അവൻ അതുപോലെ ഒരറപ്പും തോന്നാതെ അവൻ്റെ പണിയോടുള്ള ആത്മാർത്ഥത, അവൻ ജീവിക്കുവാൻ വേണ്ടി അവൻ എന്തും ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ഭായിമാർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആളുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. അല്ലാതെ എൻ്റെ പേരിനും പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. നാളെ നിങ്ങളുടെ വീട്ടിലും ഒരുത്തൻ പണിയാൻ വന്ന ഒരു ബായി പണിയാൻ വന്ന നിങ്ങൾക്ക് അവൻ്റെ പണി ഇഷ്ടപ്പെട്ട് അവൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥത കാണിച്ചാൽ നിങ്ങളും നല്ല രീതിയിൽ അവനോട് ഇടപെടുക എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ ഓർപ്പിക്കാനുള്ള. എന്തായാലും ഇന്ന് ബായിയുടെ വീഡിയോ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ചാനൽ പൂർണ്ണമായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.